എന്താ വേണ്ടി ചെയ്തതിന് പുട്ടാണോ? ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഇന്നൊരു കുഞ്ഞു നോമ്പുതുറ വീഡിയോ ഇട്ടാ. ഹലോ ഗൈസ്. വീഴ്ത്തട്ടെ ഇത് നോക്കട്ടെ. ചക്കനാ ഇത് വേണ്ട. ഇത് വേണ്ടേ? പുട്ട് വേണ്ടേ? പിന്നെന്താ നടക്ക് മുട്ടായിക്കോ. വെയിലടിക്കണ്ട്. മുന്തിരി തിളപ്പിക്കാൻ വെച്ചിട്ട് പുട്ടാ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, തിളക്കണേ ഉള്ളൂ. എൻ്റെ ഫോണിൽ ചാർജില്ല. സീബൻ്റെ ചാർജറിൻ്റെ കട്ട കൊണ്ടുപോയി. അതിവിടെ ഇരുന്ന് മുട്ട തിന്നുന്നുണ്ട് കേട്ടോ. ശിതതു കുഞ്ഞുമ്പാടെ നിസ്കരിക്കുന്നുണ്ട്. ഉമ്മാനെ കാണാനില്ല. അതു എന്താ കാട്ടിനെ? അമ്മച്ചിന്റെ ഫോൺ നോക്ക. ചെയ്തതു ഇവിടെ നോക്കി. അതും അവിടെ കിടന്ന് ഫോൺ നോക്കട്ടെ, എന്നാലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എൻ്റെ സ്പെഷ്യലായിട്ട് ഇറാനി പോള ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയെല്ലാം സക്സസ് ആവും. പിന്നെ അത് കഴിഞ്ഞെന്ന് വെച്ചാൽ എൻ്റേതായ കോൺഫിഡൻസ് കുറച്ച് കൂടുതൽ ഞാൻ പ്രകടിപ്പിക്കും. അപ്പോൾ അതിൻ്റേതായ കൊളാവലുണ്ടാവും. ഫസ്റ്റ് തവണ പെർഫെക്റ്റായിട്ട് ഞാൻ കറക്റ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് അടിച്ചാൽ പിന്നെ കണക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് അത് അമ്മായിൻ്റെ അവിടെ പോയി കളിക്കാൻ തുടങ്ങിയിട്ടാണ് ബാക്കി നമുക്ക് പരിപാടി തുടങ്ങാം. എനിക്ക് അറിയാനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങാനായിട്ട് ഞാനും അതും കൂടെ കടയ്ക്ക് പോയി. ചിക്കൻ കടക്ക് എന്താ പറയുക, ഇറച്ചിക്കടക്ക് പോയിട്ടാ. അപ്പോൾ അവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ടായിരുന്നു, കാടക്കോഴികൾ. രാവിലെ നമ്മൾ കഴിച്ചില്ലേ? നീ കഴിച്ചില്ലേ രാവിലെ? പുത്ത കഴിച്ചില്ലേ? കുഞ്ഞു പുത്ത. ഇത് കോഴിന്റെ. ചെയ്താതു എവിടേക്കാണ്? ചിക്കനാ? ശരി. കാറിൽ ചിക്കൻ വാങ്ങാൻ. അത് വാങ്ങാൻ പോവല്ലേ? ആദ്യം ഇറക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ഞാനും കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, പക്ഷേ രണ്ടും നടന്നില്ല. അവൻ അവിടെ ഇവിടെയും ഓടിച്ചാടി നടക്കുന്നുണ്ട്. നമ്മൾ അത് കാര്യമാക്കാണ്ട് നമുക്ക് നമ്മുടെ പണി ചെയ്ത് തുടങ്ങാം. ഞാൻ ഇറാനി പോളായിട്ട് ഉണ്ടാക്കണേ. അതിൽ ശരിക്കും ഈ ക്യാപ്സിക്കം ഇങ്ങനെ അരിഞ്ഞ് ഇടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊരിച്ചത് വേറെ പാത്രത്തിൽ ആക്കണ്ടേന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഇട്ടു കേട്ടോ. ഈ പൊരിക്കണ എടുത്തേര് എതപ്പാവൂ. മതി. ഇതെന്താണ്ടി സംസാരിച്ചൊക്കെ കേൾക്കുമോ?
ഞാൻ ഇറാനി ബോളൊക്കെ ഉണ്ടാക്കി ഈ ബാറ്ററിലില്ലേ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൽ അത്യാവശ്യം എണ്ണ ചേർത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ എണ്ണ ചേർത്തുന്നില്ല, കാരണം പൊരിക്കുമ്പോൾ തന്നെ കുറച്ച് എണ്ണയിലായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യും ഇടുന്നുണ്ട്. എണ്ണ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എണ്ണ സ്കിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്നൂർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വെയിറ്റ് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞതും ഞാൻ നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ നോമ്പിന് ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. തടി വെച്ചില്ലെങ്കിലും ഉള്ളത് അങ്ങനെ അല്ല, തടി കുറഞ്ഞില്ലെങ്കിലും ഉള്ളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം ഫുഡ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിലി ഫുഡൊക്കെ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുൾ മോസ്റ്റ്ലി ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ് കഴിക്കൽ. പിന്നെ ഈ നോമ്പ് വരയിൽ ഞാൻ ശരിക്കും മന്തി കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ കൂടിയിട്ടാണ് അങ്ങനെയൊക്കെ കഴിക്കണത്. അങ്ങനെ നമ്മുടെ ഇറാനി പോള അടിഭാഗം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് തിരിച്ചിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് തിരിച്ചിട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചിടാനുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ക്യാമറേൻ്റെ കാര്യം മറന്നു. അത് കറക്റ്റായിട്ട് വന്ന സമയത്ത് ഞാൻ ക്യാമറയിൽ എന്താണെന്ന് അറിയില്ല, ഞാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ഉമ്മാൻ്റെ ചിക്കൻ കറി. എൻ്റെ ഉമ്മ അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പിലാണ് എൻ്റെ ഉമ്മ കുക്ക് ചെയ്യൽ. ഗ്യാസ് അങ്ങനെ യൂസ് ചെയ്യലില്ല. അത് എൻ്റെ ഉമ്മ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുമ്മ അവിടെ കൂടെ നടക്കുന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അമ്മേൻ്റെ അവിടെ പോയി കളിക്കുന്നുണ്ട്, മുറ്റത്ത് കളിക്കുന്നുണ്ട്, തൊടി കളിക്കുന്നുണ്ട്. നമ്മളിടയ്ക്ക് നോക്കുന്നുണ്ട്. അവനെ നോക്കാതിരുന്നാൽ ശരിയാവില്ല. ഇതാ നമ്മുടെ കുഞ്ഞ് കുട്ടിപ്പട്ടാളം. രണ്ടിനും കൂടെ കുടിക്ക്. എന്നാ കുടിക്ക്. ഇത് കൊറേ ഉണ്ട്, കുടിക്ക്. അതിൽ കൊറേ ഉണ്ട്. ചട്ടി മാത്രം എടുക്കണേ. എന്നാ വെള്ളം കുടിക്ക്. അടക്കി അതാ അമ്മ മുട്ട എടുക്കണം. നടക്കേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പത്തിരിയും പിന്നെ നെഹദീന്ന് മന്തിയും പിന്നെ ഇറാനി പോളയും പിന്നെ പോക്കറ്റ് ഷവർമയാണ്. പോക്കറ്റ് ഷവർമ കടയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ്. കാര്യമായിട്ട് എണ്ണക്കടികൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മന്തി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നാഷ്ടൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. പത്തിരി വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ പുലർച്ചക്കട്ട കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും മന്തിയെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാൽലെസ് നിങ്ങൾ വീഡിയോ കാണലുണ്ടോ? കഴിച്ചാ ഷെയ്താദിന് കഴിച്ചാ? മന്തി ഇല്ല. ഷെയ്താദിന് മന്തി ഇല്ല.
എടുത്തോ. ഹലോ അത് ഹലോ ഗൈസ് മന്തിയാണ് പറ. എന്ത് ഇല്ല വെള്ളോ? അന്നൊക്കെ പോണ നേരത്ത് അത് കരയൂട്ടാ. കൂടെ പോകാനൊന്നുമല്ല, ജസ്റ്റ് മുട്ടായൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മുട്ടായൊക്കെ വാങ്ങിയിട്ട് വന്ന് അത് താത്താക്കും ഫൈഹാക്കൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അവർ പോയിട്ടാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേര് നേരത്തെ കമൻറ്റ് ചെയ്യായിരുന്നു, ഇപ്പം ആരും കമൻറ്റ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതോടെ നിർത്താം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.